ബുർക്കിന ഫാസോ എന്ന ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ച് അവിടുത്തെ ഭരണാധികാരി ഇബ്രാഹിം ടോറെ നടത്തിയ അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അത് കേവലം തുറന്നു പറച്ചിലിനപ്പുറത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരകളെക്കുറിച്ച്, ഭൂഖണ്ഡത്തെക്കുറിച്ച് നാം ധരിച്ചു വച്ചിരിക്കുന്ന ചിന്തകളെ, അതിനെ സ്വാധീനിക്കപ്പെടത്തക്കവണ്ണം വ്യക്തമാണ്, കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതോടൊപ്പം തന്നെ ചരിത്രം അറിയുന്നവരും വായിക്കുന്നവരും ഗവേഷകരും ചിന്തിക്കുന്നവർക്കുമൊക്കെ മികച്ച സന്ദേശങ്ങളും കൂടുതൽ പഠിക്കാനുള്ള അറിവുകളും അതിലുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപടി ഒന്ന് മലയാള സമൂഹത്തിനായി പങ്കുവെക്കുന്നു. കേൾക്കാം. CNN, BBC, ഫ്രാൻസ് 24 ചാനൽസ്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നന്നായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കളവുകളും കരുതി വെക്കുന്നുമുണ്ട്. എല്ലാ വളച്ചൊടിക്കലുകളും ഞാൻ നന്നായി സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട്. ഞാൻ ഇബ്രാഹിം ടോറെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുഖമൂടി വലിച്ചൂരുന്നതിനാണ്. ശരിയാണ്, നിങ്ങൾ മിലിറ്ററി ഹണ്ടർ ലീഡർ എന്നാണ് ലോകത്തോട് എന്നെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അത്യന്തം അപകടകാരിയായ, പുരോഗമന തീവ്രവാദിയായ, പടിഞ്ഞാറൻ വിരുദ്ധ സ്വച്ഛാധിപതിയായ ആളെന്ന നിലയിൽ നിങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ആ പേരുകാരനായ ഞാൻ ചില കാര്യങ്ങൾ ലോകത്തോട് പറയുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറകളൊന്നും ഓഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ എഡിറ്റേഴ്സിന് കട്ട് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ കഴിയില്ല. കാരണം നിങ്ങൾ ഏകപക്ഷീയമായി ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ഈ ലോകം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾ ലക്ഷക്കണക്കിന് ലോകത്തിലെ മനുഷ്യർ നിങ്ങളുടെ വളച്ചൊടിക്കലുകളില്ലാതെ, നിങ്ങളുടെ കളവിൽ മുങ്ങിപ്പോകാതെ കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് 34 വയസ്സുണ്ട്. ഞാൻ വളർന്നു വന്നത് എല്ലാവരെയും പോലെ നിങ്ങളുടെ കളവുകൾ കേട്ടുകൊണ്ടാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആഫ്രിക്കയെ ഞാൻ TV-യിൽ കാണുമായിരുന്നു. എപ്പോഴും ഒരേ കാഴ്ച: കുട്ടികൾ അലയുന്നു, വരണ്ട ഭൂമി, ആയുധങ്ങൾ, മരണങ്ങൾ, പിന്നെ ദുരന്തങ്ങൾ, തീവ്രവാദങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് നിങ്ങളൊക്കെയും പറഞ്ഞ ആഫ്രിക്ക. കൂടാതെ നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചുമൊക്കെ ഈ വാർത്തകളൊക്കെ കേട്ട് സ്വയം ലജ്ജിക്കുമായിരുന്നു ഞങ്ങൾ. എന്നാൽ അതിനുശേഷം ഞങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി, ചോദ്യം ചെയ്തു തുടങ്ങി. അതിനുശേഷം എനിക്ക് മനസ്സിലായൊരു ബോധ്യം: നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച, ലോകത്തോട് പറയുന്ന ആഫ്രിക്ക യാഥാർത്ഥ്യമല്ലായിരുന്നു എന്നതാണ്. നിങ്ങൾ പറഞ്ഞു തന്നത് മുഴുവൻ കളവാണ്. നിങ്ങൾ വർഷങ്ങളായി എഴുതിയ തിരക്കഥയാണ് ഞങ്ങളിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ച ഞങ്ങളുടെ വിധി. നിങ്ങൾ ആഫ്രിക്കയെ ജനങ്ങളിലേക്ക് വിറ്റ രീതി മനുഷ്യത്വമില്ലാത്ത ജീവികളെപ്പോലെ, നാഗരികതയുടെ പുറത്തായിപ്പോയ കാട്ടാളന്മാരെ പോലെ ഒക്കെയാണെന്നതാണ് സത്യം. നിങ്ങൾ രക്ഷിക്കുമെന്ന് കാത്തുകൊണ്ടിരിക്കുന്ന നികൃഷ്ടന്മാരെ പോലെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ഇതേ കഥകൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരുന്നു. വിശപ്പ്, യുദ്ധം, രോഗങ്ങൾ, കുഴപ്പങ്ങൾ, തീവ്രവാദം, ഇതൊക്കെയാണ് ആഫ്രിക്കയെപ്പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്നതും നിങ്ങൾ പറഞ്ഞതും. നിങ്ങളുടെ ആഫ്രിക്കൻ ഡിക്ഷണറിയിൽ വേറെ വാക്കുകളില്ല. ഒരു പ്രതീക്ഷയും ഒരു പുരോഗമനവും ഒരു വിജയവും ഒരു പ്രതിരോധവും ഒന്നും തന്നെ ഇല്ല എന്നതാണ് നിങ്ങൾ പ്രചരിപ്പിച്ച കഥ. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂയോർക്ക് ടൈംസിനോടും വാഷിംഗ്ടൺ പോസ്റ്റിനോടും ഗാർഡിയനോടും ചോദിക്കുന്നു: നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ വാർത്തകളുടെ തലക്കെട്ടായി ആഫ്രിക്കൻ ജനതയുടെ വിജയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം നിങ്ങൾ റൊവാണ്ടസ് ടെക്നോളജിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ എത്യോപ്യയുടെ റീഫോറസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ ബോട്സ്വാന ഡെമോക്രാറ്റിക്കിന്റെ വിജയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ കെനിയയുടെ ബിസിനസ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? നോ, ഇതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ആഫ്രിക്ക വിജയം കൈവരിച്ചതാവരുത്. നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ നന്മകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു ആഫ്രിക്കയെക്കുറിച്ച്. ലോകത്തിലെ 70% കൊബോൾട്ട് റിസർവേറ്റ് ആഫ്രിക്കയിലാണ്. നിങ്ങളുടെ ഫോണുകൾ, ഇലക്ട്രിക് വണ്ടികൾ കൊബോൾട്ട് ഇല്ലാതെ പ്രവർത്തിക്കില്ല. ഈ കൊബോൾട്ട് കോങ്കോയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ കോങ്കോക്കാർക്ക് ഫോൺ വാങ്ങിക്കാനുള്ള ത്രാണിയില്ല. ആഫ്രിക്കയിലാണ് ലോകത്തിലെ 90% പ്ലാറ്റിനം റിസർവ്സ് ഉള്ളത്. ഈ പ്ലാറ്റിനം വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ ആളുകളെ
തൊഴിലില്ലായ്മ പിടികൂടിയിരിക്കുന്നു. ആഫ്രിക്കയിലാണ് ലോകത്തിലെ 30% സ്വർണം ഖനനം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ ദാരിദ്ര്യത്തിൽ മുങ്ങുന്നു. ആഫ്രിക്കയാണ് ലോകത്തിലെ 65% ഡയമണ്ട് വിൽപ്പന ചെയ്യുന്നത്. ബോസ്വാന, അങ്കോള, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളാണ് കോടിക്കണക്കിന് വില വരുന്ന ഡയമണ്ട് വേർതിരിച്ചെടുക്കുന്നത്. ആഫ്രിക്കയിലാണ് ലോകത്തിലെ 35% യുറേനിയം റിസർവ് ഉള്ളത്. നൈജീരിയ, നമീബിയ, സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിൽ വൈദ്യുതിയില്ല. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ആഫ്രിക്ക ദാരിദ്ര്യത്തിലാണ്? ശരിയായ ചോദ്യമാണത്. എന്തുകൊണ്ടാണ് ഇത്രയും സമ്പന്നതയിൽ ആഫ്രിക്ക ദാരിദ്ര്യത്തിലായി പോകുന്നത്? ഇവിടെയാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അധിനിവേശം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ ഭൂമിയെ കയ്യേറുന്നു, എന്നിട്ട് അവിടെ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. അതുവഴി ഞങ്ങളുടെ പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ അവസാനത്തെ കുറച്ച് വർഷങ്ങളിൽ ബില്യൺ കണക്കിന് ഡോളറുകൾ ലാഭം ചെയ്തുകൊണ്ടു പോകുന്നു. ഓരോ വർഷവും അനധികൃതമായ ആഫ്രിക്കയിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളർ കടത്തുന്നു. ഇതിനെക്കുറിച്ച് ആരെഴുതുന്നു? ആര് വാർത്ത ചെയ്യുന്നു? ഇനി വായ പൂട്ടി നിന്നിട്ട് കാര്യമില്ല. 14 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ഫ്രഞ്ച് കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ 50% സെൻട്രൽ ബാങ്ക് റിസർവ് ഫ്രഞ്ച് ഖജനാവിലാണ്. ഫ്രാൻസ് ഇതിനൊരു പലിശയും കൊടുക്കുന്നില്ല. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ രാജ്യങ്ങളാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്. ഇപ്പോൾ ചൈനയാണ് കളിക്കാർ. ഇതൊന്നും നിങ്ങൾ എഴുതില്ല, കാരണം നിങ്ങളുടെ മുതലാളിമാർ ഈ രാജ്യങ്ങളിലെ കോടീശ്വരന്മാരാണ്.